അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത് നിന്നും കഴിഞ്ഞ ദിവസം വന്ന പ്രസ്താവനയാണ് ഇന്ന് ലോകത്ത് ഏറ്റവും വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഗസയെ തങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അതായത് ഗസയിലെ ജനങ്ങൾ പൂർണ്ണമായിട്ടും അയൽ രാജ്യങ്ങളിലേക്ക്, ജോർദാനും ഈജിപ്തും അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് മാറണമെന്നും അവിടെ മനുഷ്യവാസ യോഗ്യം കഴിയാത്ത സ്ഥലമാണെന്നും അവിടെ തങ്ങൾ റിസോർട്ടുകളും അതുപോലെ തന്നെ ബീച്ചുകളും ഒക്കെ പണിത് ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റുകയാണെന്നും അമേരിക്കൻ സൈന്യം അവിടെ നിലകൊള്ളാൻ പോകുന്നു എന്നുള്ള പ്രസ്താവനയാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്നാൽ ഇതിനോട് ഹമാസ് പ്രതികരിച്ചത് ഗസയെ ഒരിക്കലും തങ്ങളുടെ മണ്ണ് ഒരിക്കലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നും, ഇത്തരത്തിൽ കഴിഞ്ഞ 75 വർഷത്തിനിടയിൽ തങ്ങൾ നടത്തിയ പോരാട്ടങ്ങളൊക്കെ തങ്ങളുടെ മണ്ണിലും ജീവിക്കാനുള്ളതാണെന്നും തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നും അതുകൊണ്ട് തന്നെ ഇതിൽ യാതൊരുവിധ വിട്ടുവീഴ്ചക്കും തങ്ങൾ തയ്യാറല്ല എന്നുമുള്ള പ്രസ്താവനയാണ്. ബെഞ്ചമിൻ നെതന്യാഹുമായിട്ടുള്ള ഒരു പരിപാടിക്കിടയിൽ പത്രപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കാണ് അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ഇത്തരം മറുപടി പറഞ്ഞിരിക്കുന്നത്. നേരത്തെ തന്നെ ഗസയെ നരകമാക്കുമെന്നും അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളെ ഒന്നാകെ നശിപ്പിക്കുമെന്നും ഒക്കെയുള്ള പ്രസ്താവനകൾ ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഇത്തരം ഒരു പ്രസ്താവനയുമായിട്ട് ട്രംപ് വന്നിരിക്കുന്നത്. പക്ഷേ ഇതിനോട് ഹമാസ് വളരെ രൂക്ഷമായാണ് പ്രതികരിച്ചത്. തങ്ങൾ ഇത്തരത്തിലുള്ള യാതൊരു ഭീഷണികളെയും വിലകൽപ്പിക്കുന്നില്ലെന്നും തങ്ങളുടെ ചെറുത്തുനിൽപ്പ് പോരാട്ടങ്ങൾ തുടരുമെന്നുമുള്ള ഒരു നിലപാടാണ് ഹമാസ് സ്വീകരിച്ചത്. അതുപോലെ തന്നെ ഹമാസിന്റെ പ്രധാനപ്പെട്ട അവരുടെ നേതാക്കളിൽ ആയ ആളുകൾ ഇന്ന് ഇവിടെ റഷ്യയിലെത്തുകയും അവിടെയുള്ള ഒരു നയതന്ത്ര കൂടിക്കാഴ്ചയും നടത്തുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളും ഇതിനുശേഷം സംഭവിച്ചിരിക്കുകയാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്, കഴിഞ്ഞ 1.5 വർഷത്തിനിടെ ഹമാസിന്റെ ചെറുത്തുനിൽപ്പുകൾ എന്നുള്ളത്, അതിജീവനങ്ങൾ എന്നുള്ളത് കേവലം ഒരു സംഘട്ടനം അല്ലെങ്കിൽ രാഷ്ട്രീയമായ പോരാട്ടം കൂടിയായിരുന്നു. കേവലം യുദ്ധങ്ങൾ മാത്രമായിരുന്നില്ല. അത് വിവിധ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ PR വർക്കിലൂടെ അല്ലെങ്കിൽ അവരുടെ പരസ്പര ധാരണകളുടെ കൂടി ബാക്കി പത്രമായിരുന്നു തൂഫാനുൽ അക്സയും അതിനുശേഷമുണ്ടായ ഹമാസിന്റെ ചെറുത്തുനിൽപ്പും എന്നുള്ളത്. ഇതിൽ ഗസയിലെ ജനത പൂർണ്ണമായിട്ടും ഈ ഒരു ഹമാസ് നടത്തുന്ന പോരാട്ടങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകിയിരുന്നു. അങ്ങനെയുള്ള ഒരു ചരിത്ര പശ്ചാത്തലം കൂടിയും ഇതിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇത്തരം ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ റഷ്യയിലേക്കുള്ള ഒരു ഹമാസ് പ്രതിനിധി സംഘത്തിന്റെ സന്ദർശനം ഉണ്ടായിരിക്കുന്നത്. അവിടെ ഇത്തരത്തിലുള്ള ചർച്ചകളാണ് നടന്നതെന്നും ഇതിന്റെ ബാക്കി പത്രങ്ങൾ അമേരിക്കയുടെ ഇത്തരം വലിയൊരു ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ റഷ്യ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതും ഇക്കാര്യത്തിൽ വളരെ നിർണായകമാണ്. എന്നാൽ ഇറാനും ബാക്കിയുള്ള അറബ് രാജ്യങ്ങളും സൗദി അടക്കമുള്ള അല്ലെങ്കിൽ ജോർദാൻ അടക്കമുള്ള രാജ്യങ്ങൾ ഡൊണാൾഡ് ട്രംപിന്റെ ഈ പ്രസ്താവനയെ തള്ളിക്കളഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. സൗദി അറേബ്യ തങ്ങളുടെ നിലപാടുകൾ കൂട്ടിയുറപ്പിച്ചിരിക്കുകയാണ്. ഒരു തരത്തിലുള്ള നയതന്ത്ര ബന്ധങ്ങളും ഇസ്രായേലുമായിട്ട് പുനഃസ്ഥാപിക്കുകയില്ല, സ്ഥാപിക്കാനുള്ള നിലക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയില്ല. ഇസ്രായേലുമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ബന്ധങ്ങൾ ഉണ്ടാവണമെങ്കിൽ ജെറുസലം, അതായത് വെസ്റ്റ് ബാങ്ക് ആസ്ഥാനമായി ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുക തന്നെ വേണം. എങ്കിൽ മാത്രമേ തങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഒരു അനുരഞ്ജനങ്ങൾക്ക്, ഒരു കരാറുകൾക്ക് തയ്യാറാവൂ എന്നാണ് സൗദി അടക്കമുള്ള ഈ ഒരു അറബ് രാജ്യങ്ങളുടെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട നിലപാട് എന്നുള്ളത്. എന്നാൽ ഗ്രേറ്റർ ഇസ്രായേൽ പ്രൊജക്ടിനെ കുറിച്ചാണ് ഈ ഡൊണാൾഡ് ട്രംപ് ബെഞ്ചമിൻ നെതന്യാഹുമായി സംസാരിച്ചതും അത്തരം ഒരു വിഭാവനമാണ് ഈ ഗസയിൽ നിന്ന് പൂർണ്ണമായിട്ടും ഫലസ്തീനികളെ കുടിയൊഴിപ്പിച്ച് നടപ്പിലാക്കാൻ പോകുന്നുള്ളത് എന്നുള്ള ഒരു സമീപനമാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഇത്തരം ഒരു പ്രസ്താവന മൂലം ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അപ്രവചനീയനായ വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ് എന്നുള്ളത്. അദ്ദേഹം പലപ്പോഴും പല കാര്യങ്ങളും പറഞ്ഞതുപോലെയല്ല പ്രവർത്തിക്കാറ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ മറ്റൊന്നായിരിക്കും, അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ മറ്റൊന്നായിരിക്കും. ഒരു തരത്തിലും ഇത്തരം ബന്ധങ്ങളെയോ നയതന്ത്ര ബന്ധങ്ങളെയോ അദ്ദേഹം കൂട്ടാക്കാറില്ല. പലപ്പോഴും അദ്ദേഹം കഴിഞ്ഞ 1.5 വർഷം ഇസ്രായേൽ നടത്തിയ വലിയ അധിനിവേശത്തിന് ശേഷവും ഗസ അവിടെ തന്നെയുണ്ട്. അവിടുത്തെ ജനങ്ങൾ ബാക്കിയുള്ള ഇസ്രായേൽ ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയും അല്ലെങ്കിൽ നാടുകടത്തിയും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എത്തിയിട്ടും അവിടുത്തെ ജനത അവിടെ തന്നെ നിലകൊള്ളുന്നുണ്ട്. അവർ ഒരു തരത്തിലും തങ്ങളുടെ സ്വന്തം രാജ്യം
തങ്ങൾ ജനിച്ചു വീണ മണ്ണ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഒരു അധിനിവേശ ശക്തിക്ക് മുമ്പിലും അവർ ഇത്രയും വർഷത്തെ ചരിത്രത്തിൽ കീഴടങ്ങിയിട്ടില്ല. ഇങ്ങനെയുള്ള ഒരു ചരിത്രമുള്ള ഒരു ജനതയെയാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ വെല്ലുവിളിച്ചിരിക്കുന്നത്. പക്ഷേ ഹമാസും ഗസയിലെ ജനതയും അതിന് മറുപടി നൽകിക്കഴിഞ്ഞു. ഒരു തരത്തിലുള്ള ഇത്തരം ഭീഷണികളെയും ഇത്തരം ഭീഷണികളെയും തങ്ങൾ വകവെക്കുന്നില്ലെന്നും തങ്ങളുടെ പോരാട്ടം തുടരുമെന്നും ഫലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രം ഉണ്ടാകുന്നത് വരെ തങ്ങളുടെ ചെറുത്തുനിൽപ്പുകളും പോരാട്ടങ്ങളും തുടരുമെന്നുള്ള ഒരു പ്രസ്താവനയാണ് ഹമാസിന്റെയും ഗസയിലുള്ള ജനങ്ങളെ സംബന്ധിച്ച് ഡൊണാൾഡ് ട്രംപിന് മറുപടിയായി വന്നിരിക്കുന്നത്.